Next is hydraulic coefficients of an orifice. Hydraulic coefficients of an orifice. നിങ്ങൾ ഈ ടേംസ് ഒക്കെ കണ്ടു കാണും. ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ്, കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി, കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്, അതെല്ലാമാണ് ഈ ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത്. So let's see what are the hydraulic coefficients of an orifice and why do we use these terms. In actual practice, when the real fluid flows through an orifice, there is always some loss of energy due to friction and viscous effects. നമ്മൾ എന്താ പറയുക, ടോറിസെലീസ് ഇക്വേഷൻ ഒക്കെ ഡിറൈവ് ചെയ്തതിനകത്തൊന്നും എനർജി ലോസ് കൺസിഡർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ടോറിസെലീസ് ഇക്വേഷനിൽ നിന്ന് കിട്ടുന്ന തിയററ്റിക്കൽ വെലോസിറ്റി ആണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ആക്ച്വൽ ഫ്ലോ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, അതായത് വെൻ റിയൽ ഫ്ലൂയിഡ് ഫ്ലോസ് ത്രൂ ആൻ ഓറിഫൈസ്, നമ്മൾ ഐഡിയൽ ഫ്ലൂയിഡ് പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇൻ ആക്ച്വൽ പ്രാക്ടീസ് എന്താണ്, വെൻ റിയൽ ഫ്ലൂയിഡ് ഫ്ലോസ് ത്രൂ ആൻ ഓറിഫൈസ്, ഒരു റിയൽ ഫ്ലൂയിഡ് ഓറിഫൈസിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ there is always some loss of energy due to friction and viscous effects. Friction and viscous effects കാരണം there will be loss of energy. Real fluid, loss of energy due to friction and viscous effects. Therefore, actual velocity of the jet through the orifice will be less than theoretically possible velocity due to frictional effects. അതായത് actual velocity will be less than തിയററ്റിക്കൽ വെലോസിറ്റി. നമ്മൾ കണ്ടുപിടിച്ച തിയററ്റിക്കൽ വെലോസിറ്റിയെക്കാളും കുറവായിരിക്കും ആക്ച്വൽ വെലോസിറ്റി. ആൻഡ് ഓൾസോ ഡ്യൂ ടു കൺവേർജൻസ് ഓഫ് ജെറ്റ്, ഏരിയ ഓഫ് ജെറ്റ് അറ്റ് വീന കോൺട്രാക്ടർ ഇസ് ലെസ് ദാൻ ദി ഏരിയ ഓഫ് ഓറിഫൈസ്. ജെറ്റ്, അതായത് ഓറിഫൈസിലൂടെ പാസ് ചെയ്യുന്ന ജെറ്റ് കൺവേർജ് ചെയ്യുന്നുണ്ട്. വീന കോൺട്രാക്ടറിൽ വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഓറിഫൈസിന്റെ ഏരിയയെക്കാളും കുറവായിരിക്കും. So due to decrease in velocity and area of jet, the actual value of the jet through the orifice will be less than the actual discharge will be less than calculated or expected discharge from the equation. അതായത് ഈ വീന കോൺട്രാക്ടർ അവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ ജെറ്റ് ഏരിയ ഓഫ് ദി ഓറിഫൈസിനേക്കാളും ചെറുതാണ്. അപ്പം there is decrease in velocity and area of jet. അതുകൊണ്ട് ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റഡ് ഡിസ്ചാർജിനേക്കാളും കുറവായിരിക്കും. സോ ഇൻ ആക്ച്വൽ പ്രാക്ടീസ് സം കോഎഫിഷ്യൻസ് കോൾഡ് hydraulic coefficients are introduced to get the actual velocity and actual discharge of fluid flowing through the orifice from calculated or theoretical values. Theoretical value അല്ലെങ്കിൽ calculated value നിന്ന് ആക്ച്വൽ ഡിസ്ചാർജും ആക്ച്വൽ വെലോസിറ്റിയും കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേംസിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? കാരണം എന്താണ്, ഇൻ റിയൽ ഫ്ലൂയിഡ്, ഇൻ ആക്ച്വൽ പ്രാക്ടീസ് റിയൽ ഫ്ലൂയിഡ്സ് ഫ്ലോ ചെയ്യുമ്പോൾ there is always loss of energy due to friction and viscous effects. അപ്പം വെലോസിറ്റി എന്ന് പറയുന്നത് ആക്ച്വൽ വെലോസിറ്റി തിയററ്റിക്കൽ വെലോസിറ്റികളും കുറവായിരിക്കും ആക്ച്വൽ വെലോസിറ്റി. അതുപോലെ തന്നെ വീന കോൺട്രാക്ടറിൽ വരുമ്പം ഏരിയ ഓഫ് ദ ജെറ്റ് എന്ന് പറയുന്നത് ഓറിഫൈസ് ഏരിയയെക്കാളും ചെറുതാണ്. അപ്പം ഡ്യൂ ടു ഡിക്രീസ് ഇൻ വെലോസിറ്റി ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ there will be the actual discharge will be less than the calculated or theoretical discharge. Theoretical dischargeനേക്കാളും കുറവായിരിക്കും ആക്ച്വൽ ഡിസ്ചാർജ്. അപ്പോൾ നമുക്ക് ഈ ആക്ച്വൽ വെലോസിറ്റിയും ആക്ച്വൽ ഡിസ്ചാർജും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കോഎഫിഷ്യൻസ് യൂസ് ചെയ്യും. ആ കോഎഫിഷ്യൻസ് യൂസ് ചെയ്തിട്ട് തിയററ്റിക്കൽ വാല്യൂവിൽ നിന്ന് നമുക്ക് ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ആ യൂസ് ചെയ്യുന്ന കോഎഫിഷ്യൻസിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് ഓഫ് ആൻ ഓറിഫൈസ്. അപ്പോൾ നമ്മൾ ഓറിഫൈസിന്റെ കേസിൽ 3 ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് യൂസ് ചെയ്യും. ഫസ്റ്റ് വൺ ഇസ് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി CV. First one is coefficient of velocity CV. It is the ratio of
actual velocity of jet at vena contracta to theoretical velocity of jet. Actual velocity at vena contracta by theoretical velocity. അതായത് actual velocity v theoretical velocity root of 2g h. അപ്പോൾ cv is equal to v by root of 2g h. The value varies from 0.95 to 0.99. Varies from 0.95 to 0.99. CV value actually 0.95 to 0.99 vary ചെയ്യും depending on shape and size of orifice and on the head under which flow takes place. So CV value depends on the shape of the orifice, depends on shape of the orifice, depends on shape, size and head under which flow takes place. Head under which flow takes place. So CV value 0.95 to 99 വരെ വേരി ചെയ്യുമെങ്കിലും നമ്മൾ എടുക്കുന്ന വാല്യൂ 0.97 to 0.98. ഇതാണ് നമ്മൾ എടുക്കുന്ന വാല്യൂ. ഇത് ആക്ച്വൽ വേരിയേഷൻ 0.95 to 0.99 വരെ വരും. പക്ഷെ നമ്മൾ യൂഷ്വലി കാൽക്കുലേഷൻ എടുക്കുന്നത് 0.97 to 0.98 എന്നുള്ള റേഞ്ചിൽ ആയിരിക്കും. So CV is coefficient of velocity, which is the ratio of actual velocity at vena contracta by theoretical velocity, that is v by root of 2gh. ഈ root of 2gh ആണ് theoretical velocity. ടോർസ് ഇക്വേഷനിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് theoretical velocity root of 2gh and actual velocity എന്ന് പറയുന്നത് v and the vena contracta. Usually CV varies from 0.95 to 0.99. And the value of CV depends on shape of the orifice, size of the orifice and head under which flow takes place. And usually for calculation 0.97 തൊട്ട് 0.98 വരെയുള്ള ഒരു വാല്യൂ ആയിരിക്കും CVക്ക് നമ്മൾ ചൂസ് ചെയ്യുന്നത്. Now next coefficient of contraction. Coefficient of coefficient of contraction. It is the ratio of area of jet at vena contracta to area of the orifice. Area at vena contracta. Area of jet at vena contracta by area of orifice, that is AC by A. And the value varies between 0.61 to 0.69. 0.61 തൊട്ട് 0.69 വരെ വേരി ചെയ്യും depending on the shape, size and head of liquid under which flow takes place. So CV പോലെ തന്നെ CCയും depends on the shape of the orifice, size of the orifice and head of liquid under which flow takes place. പിന്നെ ഷാർപ്പ് എഡ്ജ്ഡ് സർക്കുലർ ഓറിഫിസ് ആണെങ്കിൽ ഷാർപ്പ് എഡ്ജ് സർക്കുലർ ഓറിഫിസ് ആണെങ്കിൽ 0.65 എന്നുള്ള വാല്യൂ എടുക്കും. ഷാർപ്പ് എഡ്ജ്ഡ് സർക്കുലർ ഓറിഫിസ് ആണെങ്കിൽ 0.65 എന്നുള്ള വാല്യൂ എടുക്കും. യൂഷ്വലി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ സ്യൂട്ടബിളി ഒരു വാല്യൂ അസ്യൂം ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. So second എന്ന് പറയുന്നത് coefficient of contraction, which is the ratio of area of the jet vena contracta to the area of orifice, that is AC by A. Now third one is coefficient of discharge.
coefficient of discharge. That is the ratio of actual discharge by theoretical discharge. Ratio of actual discharge to theoretical discharge. The theoretical discharge is the expected discharge or calculated discharge from the head available above center of orifice and area of orifice. Area of orifice head above the center of orifice വെച്ചിട്ട് calculate ചെയ്യുന്നതാണ് theoretical discharge. Theoretical discharge formula എന്താണ്? Theoretical discharge is equal to A into root of 2GH. Area of orifice A into root of 2GH. അതാണ് theoretical discharge. CD value ന്റെ ആവറേജ് എന്ന് പറയുന്നത് 0.62. അതാണ് അതിന്റെ ആവറേജ് വാല്യൂ. 0.62 ആണ് ആവറേജ് വാല്യൂ. മെഷേർഡ് ഡിസ്ചാർജ് ആണ് ആക്ച്വൽ ഡിസ്ചാർജ്. കാൽക്കുലേറ്റഡ് ഡിസ്ചാർജ് ആണ് തിയററ്റിക്കൽ ഡിസ്ചാർജ്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഇസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ ഡിസ്ചാർജ് ടു തിയററ്റിക്കൽ ഡിസ്ചാർജ്. നമുക്ക് ഇതെങ്ങനെ എഴുതാം? CD is equal to actual discharge by theoretical discharge. Actual discharge എന്ന് പറഞ്ഞാൽ എന്താണ്? Actual area into actual velocity. Actual area into actual velocity divided by theoretical area into theoretical velocity. So actual area into actual velocity divided by theoretical area into theoretical velocity. That is actual discharge എന്ന് പറയുന്നത് actual area into actual velocity. Theoretical discharge എന്ന് പറയുന്നത് theoretical area into theoretical velocity. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. What is actual area divided by theoretical area? Actual area divided by theoretical area എന്ന് പറയുന്നതാണ് coefficient of contraction. Actual area എന്ന് ഉദ്ദേശിക്കുന്നത് area at when contract ചെയ്യും. Theoretical area എന്ന് പറയുമ്പോൾ area of the orifice. So actual area by theoretical area is coefficient of contraction CP into actual velocity by theoretical velocity എന്ന് പറയുന്നതാണ് coefficient of velocity. Therefore, you get the relation CD is equal to CC into CV. That is coefficient of discharge is the product of coefficient of contraction and coefficient of velocity. നമ്മൾ എന്തൊക്കെ കണ്ടു? coefficient of velocity, coefficient of contraction and coefficient of discharge. Coefficient of velocity is actual velocity by theoretical velocity, V by root 2 GH. Coefficient of contraction എന്ന് പറയുന്നത് area at when contracted by area of orifice. Theoretical actual area by theoretical area. അതായത് നമ്മൾ ഓറിഫിസിന്റെ ഏരിയ ആയിട്ട് നമ്മൾ തിയററ്റിക്കൽ ഏരിയ ടെസ്റ്റ് ചെയ്യുന്നത്, പക്ഷെ ആക്ച്വലി when contracted ഏരിയ കുറവാണ്. AC by A. And coefficient of discharge is actual discharge by theoretical discharge. Then we get the relation CD is equal to CC into CD. CD is equal to CC into CD.
Next is experimental determination of hydraulic coefficients. Experimental determination of hydraulic coefficients. First one is നമുക്ക് ആദ്യം ഫിഗർ നോക്കാം. ഇവിടെയാണ് വാട്ടർ സപ്ലൈ. ഒരു വാൽവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. This is your orifice tank. ടാങ്കിലുള്ളത് വാട്ടർ. This is your orifice. ഇത് ഇവിടെ വീന ഇവിടെ പോയിന്റ് പി അസ്യൂം ചെയ്യുന്നു. സോ അതിന്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഫ്രം ഓറിഫിസ് സെന്റർ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അതുപോലെ ഓറിഫിസിന്റെ സെന്ററിൽ നിന്ന് ഇവിടം വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് y. ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ സ്മോൾ എടുത്താലും കുഴപ്പമില്ല. This is the parabolic trajectory. ഇവിടെ ഒരു സ്കെയിലുള്ള ഒരു കളക്ടിംഗ് ടാങ്ക് ഉണ്ട് ഓർ മെഷറിംഗ് ടാങ്ക്. ഇതാണ് മെഷറിംഗ് ടാങ്ക്. This is the depth of liquid. എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്താന്ന് വെച്ചാൽ രണ്ട് ടാങ്ക് ഉണ്ട്. ഒരു ടാങ്കിനകത്ത് നമുക്ക് ഓറിഫിസ് പ്രൊവൈഡ് ചെയ്യും. ആ ഓറിഫിസിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന വാട്ടർ വേറൊരു മെഷറിംഗ് ടാങ്കിലോട്ട് കളക്ട് ചെയ്യും. മെഷറിംഗ് ടാങ്കിന്റെ ഒരു സൈഡിൽ എന്തുണ്ട്, സ്കെയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വാട്ടർ സപ്ലൈ കൊടുക്കുമ്പോൾ ഈ ഓറിഫിസിൽ നിന്ന് വാട്ടർ ഫ്ലോ ചെയ്ത് മെഷറിംഗ് ടാങ്കിൽ നമ്മൾ കളക്ട് ചെയ്യും. ഇത് നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്യും. So I hope the figure and the experimental setup is clear. Figure shows the experimental setup for determination of hydraulic coefficients of an orifice. The water is allowed to flow through an orifice fitted to a tank under a constant head h. Under a constant head h. Water is allowed to flow through an orifice fitted to a tank under a constant head h. Let h be the constant head of water in the tank. Constant head of water in the tank. അപ്പോൾ ആ ഹെഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വാട്ടർ സപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കണം. B is the actual velocity of jet at vena contracta. Actual velocity V.
h എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഹെഡ്. പിന്നെ എക്സ് വൈ ആണ്. പി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് എക്സും വൈ. എക്സും വൈ എന്ന് പറയുന്നത് മെഷർഡ് ഫ്രം ദി സെന്റർ ഓഫ് ഓറിഫൈസ്. X is the horizontal distance travelled by the water particle from vena contractor to position P in time seconds, and Y is the vertical distance travelled by the particle P from vena contractor to position P in the same time period T seconds. അതായത് ഒരു ടൈം പീരീഡ് T സെക്കൻഡ്സിൽ പോയിന്റ് P റീച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയാണോ അതിന് എക്സും വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് എത്രയാണോ അത് വൈ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എക്സ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ദിസ് ഇംപ്ലൈസ് ടൈം ഇസ് ഈക്വൽ ടു എക്സ് ബൈ വി. അതുപോലെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വൈ ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നിന്നും യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. പക്ഷെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. u ഈക്വൽ ടു 0 ആൻഡ് t is equal to x by v. അപ്പോൾ y എത്ര വരും? y is equal to half g into x square by v square എന്ന് വരും. half g into x square by v square എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്ന് v എത്ര കിട്ടും? This implies v is equal to gx square by 2y root. അതായത് y is equal to ut plus half gt square. Initial velocity u0. അപ്പോൾ y എത്ര വരും? half g into t square. t എന്താണ്? x by v. അപ്പോൾ half g into x square by v square. Therefore v is equal to root of gx square by 2y. The theoretical velocity root of 2gh. Theoretical velocity root of 2gh. അപ്പോൾ coefficient of velocity എന്ന് പറയുന്നത് v actual by v theoretical. അപ്പോൾ എത്ര വരും? root of gx square by 2y divided by root of 2gh. അപ്പോൾ ഇത് എത്ര വരും? root of x square by 4yx. ഇതാണ് coefficient of velocity determined experimentally. Experimentally determine ചെയ്യുമ്പോൾ coefficient of velocity യുടെ വാല്യൂ ആണ് x square by 4yx. x square by 4yx. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം അറിയാം x എന്ന് പറയുന്നത് horizontal distance traveled to reach point P by the water particle and vertical distance traveled by. അപ്പോൾ x is equal to velocity into time. Therefore time is equal to distance by velocity x by v. അതുപോലെ y എന്ന് പറയുന്നത് vertical distance ആണ്. അത് നമുക്ക് equation of motion ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നു. ut plus half gt square. Initial velocity 0. Therefore u is 0. t ക്ക് നമ്മൾ x by v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. So y is equal to half g x square by v square എന്ന് വരും. അതിൽ നിന്ന് v എത്ര കിട്ടും? root of gx square by 2y. ആ കിട്ടിയ v എന്ന് പറയുന്നത് ആക്ച്വൽ വെലോസിറ്റി. ഇനി തിയറിറ്റിക്കൽ വെലോസിറ്റി v എത്രയായിരിക്കും? തിയറിറ്റിക്കൽ വെലോസിറ്റി vth is equal to root of 2gh. തിയറിറ്റിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് root of 2gh. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി എത്ര വരും? v actual by v theoretical. That is root of gx square by 2y divided by root of 2gh, which is equal to x square by root of x square by 4yx. Root of x square by 4yx.